കോഴിക്കോട് തോണി മറിഞ്ഞ് ഒരാളെ കാണാതായി. വടകര കോട്ടക്കലിലാണ് അപകടം. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, കോഴിക്കോട് തോണി മറിഞ്ഞ് ഒരാളെ കാണാതായിരിക്കുകയാണ്. എപ്പോഴാണ് സംഭവം? ഗുഡ് മോർണിംഗ് അഞ്ജന. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. വടകര കോട്ടക്കലിൽ അഴിമുഖത്താണ് ഈ ഒരു സംഭവം. അഴിമുഖം എന്ന് പറയുന്നത് നമുക്കറിയാം, പുഴയും കടലും ചേരുന്ന ഭാഗമാണ് അഴിമുഖം. അവിടെയാണ് ശക്തമായ കാറ്റിനെ തുടർന്ന് തോണി മറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പുറങ്കര സ്വദേശി സുബൈർ എന്നയാളെയാണ് കാണാതായത്. ഇദ്ദേഹത്തിനൊപ്പം തന്നെ മകൻ സുനീറും ഉണ്ടായിരുന്നു. എന്നാൽ സുനീർ ഈ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. തോണി മറിഞ്ഞപ്പോൾ തന്നെ സുനീറും മുങ്ങിയിരുന്നു, വെള്ളത്തിൽ മുങ്ങിയിരുന്നു. പക്ഷേ സുനീർ നീന്തി കരയ്ക്ക് കയറുകയായിരുന്നു. അങ്ങനെ നീന്തി കരയ്ക്ക് കയറിയ സുനീറാണ് ആദ്യം നാട്ടുകാരെ വിവരം അറിയിച്ചത്. നാട്ടുകാരെ ഉടൻ തന്നെ അത് തൊട്ടടുത്ത വടകര കോസ്റ്റൽ പോലീസിലും ഒപ്പം തന്നെ പയ്യോളി പോലീസിലും എല്ലാം തന്നെ വിവരം അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പയ്യോളി പോലീസിന്റെയും വടകര കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ CS ദീപുവിന്റെ നേതൃത്വത്തിലുമെല്ലാം തന്നെ നാട്ടുകാരുടെ സഹായത്തോടുകൂടി സുബൈറിനായി തെരച്ചിൽ നടത്തി. പക്ഷേ ആ തെരച്ചിൽ വിഫലമായി എന്നുള്ളതാണ്. ഇന്നലെ സുബൈറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാത്രി വൈകുവോളം ബലൂൺ ലൈറ്റുകളുടെ ഉൾപ്പെടെ സഹായത്തോടു കൂടിയാണ് തെരച്ചിൽ നടത്തിയത്. അതിൽ തോണി കരയ്ക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്, തോണി കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. സുബൈറിനെ പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. സുബൈറിനെ ഈ രാവിലത്തെ ആദ്യ മണിക്കൂറുകളിലും സുബൈറിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സുബൈറിനെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമം കോസ്റ്റൽ പോലീസിന്റെയും പയ്യോളി പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഇപ്പോഴും നടന്നു വരികയാണ് അഞ്ജന. ശരി, കോഴിക്കോട് തോണി മറിഞ്ഞാണ് ഒരാളെ കാണാതായിരിക്കുന്നത്. വടകര കോട്ടക്കലിലാണ് അപകടം ഉണ്ടായത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.